അതെ ഗൈസ്, നമ്മുടെ ചോക്ലേറ്റ് കണ്ടു ഒഴുകുന്ന കണ്ടോ? അടിപൊളിയുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്നാക്സ് ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അതെങ്ങനെ നമുക്കൊരു ചെറിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിനെ കുറിച്ചാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും, അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം ഞാനിപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുമ്പം എന്താണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പറഞ്ഞ് താമസിക്കേണ്ട, നേരെ കിച്ചണിലേക്ക് വിട്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ബ്രെഡ് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. അതായത് ആ ബ്രൗണിഷ് കളറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അതാണ് മര്യാദ കട്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം നമ്മൾ 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 4 കട്ട് ചെയ്ത് നമുക്ക് 2 ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇച്ചിരി ബട്ടർ എടുക്കുകയാണ്. അപ്പം അമൂലിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇച്ചിരി ബട്ടർ എടുത്തിട്ട് നമ്മുടെ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ഡെയറി മിൽക്ക്. അതെടുക്കുക. അപ്പം പാക്കറ്റിന് പൊളിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ഉണ്ടാക്കാൻ വേണ്ടി 40 രൂപ ഡെയറി മിൽക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് 10 രൂപ ഉണ്ടായാലും മതിയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇച്ചിരി കൂടെ ബട്ടർ ഊത്ത് വെക്കാം. എന്നെങ്കിൽ നമ്മുടെ ബ്രെഡ് അതിൻ്റെ മുകളിൽ ഒട്ടിയിരിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ട് നല്ലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നോളും. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് പോയാലോ. ഓക്കെ, അപ്പം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പം പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഇച്ചിരി ബട്ടർ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം ബട്ടർ നല്ലോണം തൂത്തിട്ട് നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡിനെ എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലൊരു 1 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മതിയാവും. അത് പിന്നെ ഫ്രൈ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ആ ഒരു ലെവലിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മറിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്ര ഫ്രൈ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, ഇത്ര ഫ്രൈ ആയാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് സർവ് ചെയ്താലോ. അപ്പോൾ ഞാൻ 2 ഓൾറെഡി ഉണ്ടാക്കിയായി ഉണ്ടോ. നമ്മുടെ ഡെയറി മിൽക്ക് ബ്രെഡ് പൊളിയായിട്ടായിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബ്രെഡ് ഇവിടെയുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ബാക്ക് ക്യാമറയിൽ കാണിക്കാം. ഗൈസ്, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ചെറുതായിട്ട് മെൽട്ട് ആയിട്ടുള്ളൂ, ഒരു നല്ലപോലെ മെൽട്ട് ആയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. നമുക്ക് കഴിച്ച് നോക്കാം. നമ്മുടെ കേക്ക് ചെറിയ നടുക്ക് നമുക്ക് അടിക്കണം, കാരണം നമ്മുടെ ചോക്ലേറ്റ് നടുക്ക് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വലുതായി കട്ട് ചെയ്തെടുത്താൽ ടേസ്റ്റ് കിട്ടുള്ളൂ ചോക്ലേറ്റിൻ്റെ. ഓക്കെ, സൂപ്പറാണ് കഴിച്ച് നോക്കിയാൽ. ചോക്ലേറ്റ് ഉണ്ടോ മെൽറ്റായിട്ടുണ്ട്. ബട്ടറിൻ്റെയും ഡെയറി മിൽക്കിൻ്റെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചിട്ടുണ്ടോ? ചോക്ലേറ്റ് ഉണ്ടല്ലേ, ആണ് സൂപ്പറാണ്. അങ്ങനെ ഓപ്പണാക്കി നോക്കിയപ്പോഴേ ചോക്ലേറ്റ് ഇത്ര മെൽട്ടായെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. കടിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അടിപൊളിയായിട്ട് മെൽട്ടായിട്ടുണ്ട്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ കഴിച്ച് കഴിയട്ടെ, ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ ഗൈസ്, നമ്മുടെ ചോക്ലേറ്റ് കണ്ടോ, ഒഴുകുന്ന കണ്ടോ, അടിപൊളിയുണ്ട് കേട്ടോ.